ദൈവമേ, ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കടന്നു വന്ന് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം അനേക പ്രോമിസുകൾ ദൈവം തന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ ബ്ലെസ്സിങ്സ് പൊതുജനത്തിലേക്ക് അമേൻ ഞങ്ങൾ പകർന്നു കൊടുക്കുവാനായി ഇങ്ങനൊരു ലൈവ് ഞങ്ങൾക്ക് കടന്നു വരുവാൻ സുഹൃത്ത് ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. ശുശ്രൂഷപ്പനായി കർത്താവിൻ്റെ ദാസനും മോൻചം പാസ്റ്റർ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ദാസനെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആമേൻ ശക്തീകരിച്ചാട്ട് ആവശ്യമായ എല്ലാ നൽവരങ്ങളാലും നിറച്ച് കർത്താവെ ജനത്തിന് ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹ വിഷയമാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ്റെ നാമം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം കരേറ്റുന്നു. ആമേൻ. 2025 പ്രവേശിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നു. ദൈവവാനത്തിനുള്ള അനുഗ്രഹങ്ങൾ പൊതുജനത്തിന് പകർന്നു കൊടുക്കുവാനായി ചില ആലോചനകൾ പറയുവാൻ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുവാൻ സുഹൃത്ത് ദൈവം ഇടയാക്കി. മോൻചം പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. കർത്താവിദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. MLWC സൂം ലൈനിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനെ ജോസഫ് വർഗീസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെ ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ മാധ്യമത്തിലൂടെ ഞങ്ങളുടെ ശബ്ദത്തിലൂടെ അനുഗ്രഹം പ്രാപിപ്പാൻ കടന്നു വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഭാവിയിലും ഇപ്പോഴും ഉള്ളവർക്ക് വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. 2025 പുതുവർഷ ആശംസകളും നേരുന്നു. ഈ പുതിയ വർഷത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില നന്മകളെ കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നത്. തിരുവചനം അനുശാസിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എഴുതിയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തില് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ താഴത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും വെളിപ്പെടുത്തി തരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ ചെയ്ത ഒരു വിഷയത്തിന് ഞാൻ പറഞ്ഞു, ദശാംശം കൊടുക്കുന്നതും ആദ്യഫലം കൊടുക്കുന്നതും കാര്യത്തെക്കുറിച്ച് പറയാനിടയായി തീർന്നു. അതിനകത്ത് കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റ് വന്ന് കേട്ടപ്പം എനിക്ക് ചിരി തോന്നി. വളരെ വിശദമായിട്ട് എന്താണ് ആദ്യഫലം എന്നുള്ളതും കൊടുത്തതിൻ്റെ ഗുണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പം ചിലര് ഇട്ടേക്കുന്നു, അത് പഴയ നിയമത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ന്യായപ്രമാണ കാലത്തല്ലേ കൊടുത്തത്, നീ വേണേ മനസ്സുണ്ടെ കൊടുത്താൽ പോരെ, നിനക്ക് മനസ്സുണ്ടെ കൊടുത്താൽ പോരായോ? ഒന്ന്, ഞങ്ങളൊക്കെ ഞാൻ യാക്കോബായ പാരമ്പര്യത്തിൽ ഇന്ന് വന്നവനാണ്. ഞങ്ങളെ കുടുംബത്തിൽ ഈ എൻ്റെ വല്യപ്പച്ചൻ്റെ കാലം മുതലേ ആദ്യഫലം ചർച്ചയിൽ കൊണ്ട് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പശു പ്രസവിച്ചാൽ പശുവിൻ്റെ കുഞ്ഞിനെ, പശുക്കിടാവിനെ മുലകുടി മാറിയാൽ ഉടനെ തന്നെ അതിനെ പശുവിലേക്ക് കൊണ്ടു കൊടുക്കും. ആട് പ്രസവിച്ചാൽ ആടിൻ്റേത്. അങ്ങനെ ഓരോന്നും അപ്പച്ചൻ കൃഷി കൊണ്ടാണ് ജീവിച്ചത്. അപ്പം ആ കൃഷിക്ക് കറ്റയാണെങ്കിലും ചേനയായാലും
എന്താണ് ആദ്യഫലം ഉണ്ടാകുന്നത് അത് കൊണ്ട് കൊടുക്കുക. അതുകൊണ്ടായിരുന്നു ജീവിച്ചത്. അല്ലാതെ അപ്പച്ചന് വേറെ വരുമാനമൊന്നുമില്ലായിരുന്നു. അപ്പച്ചൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് അതായിരുന്നു. ഞങ്ങളുടെ ജീവിതം അതായിരുന്നു. ഞങ്ങൾക്കൊന്നിനും മുട്ട് വന്നിട്ടില്ല. കാരണം എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ അപ്പനും അമ്മയും എല്ലാം കൃഷിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിനകത്തുനിന്നായിരുന്നു ജീവിച്ചത്. എൻ്റെ അപ്പൻ ജോലി ചെയ്തിട്ടില്ല, ഒരു ജോലിയും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയും ജോലി ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ജോലി ചെയ്തുള്ളൂ. ഞാൻ കൃഷി കൊണ്ടല്ല ജീവിക്കുന്നത്, ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യഫലം, ആദ്യത്തെ ആഴ്ചത്തെ ഒരാഴ്ചത്തെ ശമ്പളം ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു, കൊടുക്കുന്നു. ഇതിപ്പോൾ ഈ നടത്തുന്ന ദൈവദാസനോട് ചോദിച്ചാൽ ദൈവദാസൻ പറയും ഞാൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് നല്ലോണം അറിയാം. ഇപ്പോൾ 20,000 പുസ്തകം പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. $5,000 ഓളം വേണം. അങ്ങനെയല്ലേ കർത്താനാസനെ? അതെ. ഈ $5,000 കയ്യിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. എവിടുന്നാ പൈസ? ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണോ? എനിക്കതിനകത്തൊന്നും ലാഭം ഉണ്ടാക്കാനല്ല, അത് ഫ്രീ ആയിട്ട് കൊടുക്കുക മനുഷ്യർക്ക്. എന്തിനാ ദൈവവചനം പറഞ്ഞ് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്? അവരനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി. എന്തിനാ ഇത് കൊടുക്കുന്നത്? എനിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി എനിക്ക് കൊടുക്കുന്നത്? എനിക്ക് വേണ്ടി കൊടുക്കുന്നത് ഞാൻ കൊടുത്താൽ മാത്രമേ എന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് മടിയിൽ വരും. ഈ വർഷത്തെ മെസ്സേജ് തന്നെ ഡോർ ഓഫ് ഹോപ്പ്. അതെവിടെയാണ്? പ്രത്യാശയുടെ വാതിൽ തുറക്കുന്നത്. ആഖോർ താഴ്വര. ആഖോർ താഴ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? നാശത്തിൻ്റെതാണ്. അത് ആദ്യഫലം കൈയിട്ട് വാരിയ ആഖാനെ തീ വെച്ചും കല്ലെറിഞ്ഞും കൊന്ന് കൽക്കൂടം കുമാരമാക്കിയ സ്ഥലമാണ്. ശാപം പിടിച്ച സ്ഥലത്താണ് ദൈവം ഇത് ഡോർ ഓഫ് ഹോപ്പ് തുറക്കുന്നത്, പ്രത്യാശയുടെ വാതിൽ തുറക്കുന്നത്. ഞാന് എൻ്റെ ആദ്യഫലവും എൻ്റെ എന്താണ് ദശാംശവും ഞാൻ തിന്നാൽ എൻ്റെ വിത്താണ് ഞാൻ തിന്നുന്നത്. വിത്ത് തിന്നേച്ച് കർത്താവെ താഴെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് കിട്ടാനാ? വിത്ത് കൊടുത്തെങ്കിൽ, വിത്ത് വിതച്ചെങ്കിൽ മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ. മക്കളെ, കാരണം എന്നാന്നറിയോ? ഒന്ന്, ഈ കൊടുത്തു പരിചയമുള്ള മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിക്കണം. അതാണ് ആദ്യത്തെ കാര്യം. വഴക്ക് പറയുവാന്നൊന്നും ചിന്തിക്കരുത്, കുറ്റപ്പെടുത്തുകയെന്നൊന്നും. കൊടുത്ത് പഠിക്കണം, പഠിപ്പിക്കണം മക്കളെ, തലമുറകളെ. അപ്പൊ ചോദിക്കും, ഈ പാസ്റ്റർമാർക്ക് പിന്നെ നിങ്ങൾ അവരുടെ പോലുള്ളവർക്ക് കൊടുക്കുന്നു, അതാണ് നിങ്ങളുടെ പ്രശ്നം. ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ പഠിക്കണം. നിങ്ങൾ പോയി സ്വയം ദൈവവേല ചെയ്യണമെന്നേ. എന്നെ ആരും സഭയോ കൂട്ടായ്മ അയച്ചിട്ടൊന്നുമല്ല ഞാൻ പോയി ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ചെയ്യുന്നു. എനിക്ക് തന്നേക്കുന്ന ദൈവവചനം മറ്റുള്ളവരോട് അറിയിക്കുന്നു. അനേക രാജ്യങ്ങളിൽ പോകുന്നു. എവിടുന്ന പണം ആരും തന്നിട്ടാണ്? കയ്യിലുള്ളതും കൊണ്ട് പോകുന്നു. അങ്ങനെയല്ലേ കർത്താവിന്റെ പോകുന്നത്? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ചെന്ന് പാവങ്ങളുടെ ഇടയിൽ പോയി ശുശ്രൂഷിക്കുന്നു. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന് കുറച്ചേറെ പൈസ തന്നു. അത് UP-ല് ഒരു ദേവദാസനെ കൊണ്ട് UP-ല്, ആന്ധ്രാപ്രദേശില്, ഒഡീസയില്, ഹരിയാനയില് എല്ലാം കമ്പിളി വിതരണം ചെയ്യിപ്പിച്ചു. ആ തണുപ്പത്ത് അവർ വാങ്ങുന്ന കമ്പിളി വാങ്ങിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുന്ന സന്തോഷം ഒന്ന് കാണണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊന്ന് ചെയ്യണം. ഇവിടെ കൊണ്ടുവന്ന് പിക്നിക് അടിക്കാനും എന്താണ് തോന്നിവാസം കളിക്കാനും ഉള്ളതല്ല ദൈവം നമുക്ക് തന്നിരുന്ന ആരോഗ്യം. കർത്താവിന്റെ ഒരു വാക്യം വായിച്ച പുതിയ നിയമത്തിൽ കൊടുക്കണോ വേണ്ട എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. റെവലേഷൻ 5-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യം ഒന്ന് വായിച്ചേട്ടെ.
ബുക്ക് ഓഫ് റെവലേഷൻ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ആ, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഉം, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ഉം, അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. ഉം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടി ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലയിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരു പാട്ടുണ്ട് ഇങ്ങനെ: മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും അന്വേഷുവിന് എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനങ്ങളിലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഈ പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ടിനകത്തില് ഒരു കാര്യം അങ്ങ് വിഴുങ്ങിയത് എന്താണെന്നറിയാമോ? അതിനകത്തിൽ എഴുതിയിരിക്കുന്ന ശക്തിയും ധനവും ബഹുമാനവും എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ധനം എന്ത് ചെയ്തു? എഴുതിയ ആളും വിഴുങ്ങി, പാടിയ ആളും വിഴുങ്ങി, പാട്ടുകാരും വിഴുങ്ങി. ആമേൻ. അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, കർത്താവിദാസനെ വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ശക്തിയും ഒരു സെക്കൻഡ്. അവർ കുഞ്ഞാടി ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അവരെ ശക്തിയും ധനവും ജ്ഞാനവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് ലഭിപ്പാൻ യോഗ്യൻ. എന്തിനാ കൊടുക്കേണ്ടത്? എനിക്ക് വേണ്ടിയാണോ? അല്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുക്കും. നീ നന്മ പ്രാപിക്കാൻ വേണ്ടിയാ. നിനക്ക് ശക്തി തരുന്ന ദൈവമാണ്, കൂട്ടായ്മകളൊന്നും അല്ല, നീ പോകുന്ന സഭയുമല്ല. എൻ്റെ അപ്പനപ്പൂമ്മമാർ ഇതുപോലെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എനിക്ക് പ്രതികൂലങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ചെയ്യുന്നു. അത് നിങ്ങളെയും പ്രേരിപ്പിക്കുന്നു ചെയ്യാൻ വേണ്ടി. ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, അവരവർക്ക് കൊള്ളാം. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയല്ല ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ ദൈവവചനം വായിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. ദൈവം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. അവരവർ ചെയ്യുന്ന അവരവർ അനുഭവിക്കും. കർത്താവ് പറഞ്ഞേക്കുന്നത് അറയിൽ കയറി വാതിലടച്ച്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ അല്ല വേണ്ടത്. നീ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വരണം. എവിടെ വരണം? ദൈവസന്നിധാനത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചാട്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യം ഒന്ന് വായിച്ചാണ്. 14 പോലെ വായിച്ചു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്താ ചെല്ലേണ്ടത്, അല്ല നിന്റെ പ്രാർത്ഥനാ മുറിയിലല്ല ചെല്ലേണ്ടത്. ഈ ആൾക്കാർ വലിയ വീരവാദങ്ങളൊക്കെ അടിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഓർത്തുവരണം, അവര് തന്നെത്താൻ ഉയർത്തുകയാണ്. പ്രാർത്ഥനാ മുറി ഇല്ലാത്തവൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രാർത്ഥനാ മുറി ഉണ്ടാക്കണം. കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. അങ്ങനെ ബൈബിള് പഠിപ്പിക്കുന്നത്. ഞാൻ കൃപാസനത്തോട് അടുത്താ ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അങ്ങനെ സ്പെഷ്യൽ പ്രാർത്ഥനാ മുറി ഒന്നുമില്ല. ഞാൻ ദൈവസന്നിധാനത്തിലോട്ടാണ് കയറി ചെല്ലുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. അതാ എനിക്ക് പറയാനുള്ളത്. ദൈവമക്കളെ, ദൈവ വ്യവസ്ഥ എന്റെ സന്നിധാനത്തിലാണ് നിങ്ങൾ വരേണ്ടത്, അല്ലാതെ നിന്റെ മുറിയിലല്ല പോകേണ്ടത്.
നമ്മുടെ ആഗ്രഹപ്രകാരമല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ദൈവ ഇഷ്ടപ്രകാരം തന്നോട് യാചിക്കുന്നവർക്കാണ് ദൈവം കൊടുക്കുന്നത്. അത് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പം ദൈവത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് അറിയണം. എന്തിനെ കുറിച്ച് അറിയണം? ദൈവത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച്, ദൈവ വ്യവസ്ഥയെ കുറിച്ച് അറിയണം. ദൈവ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. കൃപാസനത്തോട് തക്ക സമയത്ത് കൃപ വായിപ്പാൻ കൃപാസനത്തോട് അടുത്ത് വരിക. എബ്രായ ലേഖനം തന്നെ എടുത്താട്ട് ഇനി 10 ഒരു വാക്യം മത്തായിയുടെ പറഞ്ഞു. 5-ാം അധ്യായം 17-18 വാക്യത്തിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. ദൈവം ദശാംശം നീക്കിയെന്ന് പറഞ്ഞാൽ അത് നീക്കുവാനല്ല ദൈവം വന്നത്, അത് നിവർത്തിപ്പാൻ വേണ്ടി യേശു വന്നത്. രണ്ടാമത് അവിടെ പറയുന്നത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുമ്പോഴും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആർക്കാ മാറ്റാൻ പറ്റുന്നത്? ഏത് ഉപദേശിക്കാ അതിന് അധികാരം കൊടുത്തത്? അത് ഇപ്പോഴത്തെ ഉപദേശിമാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നു, ഞാൻ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനാ വന്നത്. അതുകൊണ്ട് പുള്ളി മാറ്റം വരികയില്ലെന്ന യേശു പറഞ്ഞത്. അത് നിവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. നിവർത്തിച്ച കർത്താവ് ഈ ദശാംശം കൊടുക്കാൻ തുടങ്ങിയത് ന്യായപ്രമാണമല്ല, അതിന് മുമ്പേ ആയിരുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമായിരുന്നു കൊടുത്തത്. അതെ. അപ്പം ദൈവം നിവർത്തിച്ചു. അത് നമ്മുടെ കർത്താവിദാസൻ പറഞ്ഞ പോലെ റൈറ്റ്, നമ്മള് കർത്താവിന്റെ ഹിതപ്രകാരമാണ് ചെല്ലേണ്ടി, അല്ലേ? അതോ നമ്മുടെ ഹിതപ്രകാരമാണ് വേണ്ടത്? കർത്താവിന്റെ ഹിതപ്രകാരം. താങ്ക് യു. ലേഖനം 10-ാം അധ്യായം 8-6 വായിച്ചാണ്. 8-6. അവന് വിശേഷമേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷമേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അത് ഞാൻ ഇംഗ്ലീഷിൽ ഒന്നും വായിക്കാം. But now he hath obtained more excellent ministry, by now how much also he is the mediator of the better covenant, which was established upon the better promises. അപ്പോ നമുക്ക് ബെറ്റർ പ്രോമിസസും ബെറ്റർ കവനന്റും ഉള്ളപ്പോ ആ പ്രോമിസസിന്റെ അടുക്കൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവ ഇഷ്ടപ്രകാരമാണ്. ബെറ്റർ പ്രോമിസസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ബെറ്റർ കവനന്റാണ് കിട്ടിയിരിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ അറിയണം. അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി തുറന്നു കിട്ടുന്നത്. ഇന്ന് രാവിലെ ഒരു സഹോദരി എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്ററെ ഇന്ന പോലൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രയർ ലൈനിൽ കയറി, ഗൂഗിൾ മീറ്റിൽ കയറി. അപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ നിർത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുക, പാസ്റ്ററെ നിർത്തണ്ട, കുറച്ചു നേരം കൂടെ പോട്ടെന്ന്. അവർക്ക് പ്രസംഗം നിർത്താൻ പോലും എന്തോ ഇല്ല, മനസ്സില്ല. എന്താ കാര്യം? ദൈവഹിതപ്രകാരം നമ്മൾ അടുത്ത് ചെല്ലണം. ഇന്ന് നിങ്ങളെ ചില പ്രോമിസസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കാണിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ചിലത് പ്രാപിച്ചെടുക്കണം. നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിലെ അസമാധാനത്തിന്റെയും കാരണം? ദൈവമക്കളെന്ന് പറയുന്നവർ ഒരു ഒട്ടുമുക്കാൽ ജനങ്ങളും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഭവനത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, രോഗം, ബാധം. കാരണം എത്ര കിട്ടിയാലും കൊണ്ടുവന്ന് ഡോക്ടറേഴ്സിന് കൊടുക്കാനും അതിന് കൊടുക്കാനും ഇതിന് കൊടുക്കാനും ഉണ്ട്. ദൈവസന്നിധി കൊടുക്കുന്നേ, നന്മ പ്രാപിക്കുന്നേ, അതെ, ആരോഗ്യം പ്രാപിക്കുക. നിങ്ങൾ ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യുക. ആർക്ക് വേണ്ടിയാ? ഇവിടെ ഇരിക്കുന്ന എനിക്ക് ജോസഫ് വർഗീസിനൊന്നും നിങ്ങളാരും ഒന്നും തരുമൊന്നും വേണ്ട. ഞങ്ങളാരും നിങ്ങളെ ആഗ്രഹപ്രകാരം നിങ്ങളോടൊന്നും ചോദിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇത് നടത്തുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണോ? ദൈവമക്കളെ, തോന്നിവാസം കാണിക്കുന്നവർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല.
That's right. നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഒന്നുകിൽ നിങ്ങൾ പോയി പ്രവർത്തിക്കണം, അല്ലെ പ്രവർത്തിക്കുന്നവരെ കൊണ്ടേൽപ്പിക്കണം. Amen. അല്ല നമ്മൾ ആ, കൃഷി ചെയ്യുമ്പോഴേ ആ, പറഞ്ഞൊരു കാര്യമുണ്ട്. ആ, വിത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആ, കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കണ്ടത്തിലോ ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പം അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ടി ഒരു 10% നമ്മുടെ അടുത്ത് മാറ്റി വെക്കും. ആ, മാറ്റി വെക്കുന്ന ഏറ്റവും നല്ലതായിട്ടുള്ളത് നമ്മൾ മാറ്റി വെക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് ആ, ആയിട്ടുള്ളത് അടുത്ത പ്രാവശ്യത്തെ കൃഷിക്ക് വേണ്ടി. ആ, അത് കേടുകൂടാതെ നമ്മൾ സൂക്ഷിക്കും. ആ, ഈ വിത്ത് ദശാംശത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വിത്ത് എടുത്തിട്ട് കല്ലിന്റെ പുറത്തും പിന്നെ മുള്ളിന്റെ ഇടയിലും ഒക്കെ ഇട്ടിട്ട് പറയാം ഞാൻ കൊടുത്തെന്ന്. അല്ലെങ്കിൽ പറയുന്നത് കർത്താവിദാസൻ നേരത്തെ പറഞ്ഞതുപോലെ കൈ കമത്തി വെക്കാതെ മലത്തി വെച്ചോണ്ടിരിക്കുക. കാര്യം അവർ കൊടുക്കത്തില്ല. അതുകൂടെ എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോണ്ടിരിക്കുക. പിന്നെ കൊടുക്കാതെ എങ്ങനെ കിട്ടുന്നേ? അത് തന്നെ. ഇന്ന് ഈ കഴിഞ്ഞ ഞാൻ ഈ ആദ്യഫലത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതൊരു വിയറ്റ്നാമീസ് സ്ത്രീ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ ഒരു 2004 കഥ ഞാൻ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു. അപ്പൊ അവരുടെ വീട്ടില് വലിയ പയറുണ്ടാകുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെയാണ്. അപ്പൊ നീളമുള്ള പയർ, ലോങ് ബീൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം അത് എൻ്റെ അനിയനെ അടുക്ക കൊണ്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പൊ അവർ രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ചോദിച്ചാണ് പറഞ്ഞു ഇതുപോലെ ഇന്ന സ്ത്രീ തന്നാന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചാൽ എനിക്കൊരു വിത്ത് കൊണ്ട് തരണേന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു വിത്ത് കൊണ്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിത്ത് എവിടുന്നാ പറഞ്ഞ് ആദ്യം ഉണ്ടാകുന്നത് ആദ്യത്തേത് അത് അവർ വിത്തിനെടുക്കുന്നത്. അതാണ് ആദ്യഫലം. ആ ആദ്യഫലമാണ് വിത്ത്. ആദ്യഫലം തിന്നതിന് ശേഷം നീ കൃഷി ചെയ്യാൻ നോക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം ഉള്ളത്? എന്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന എൻ്റെ അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നപ്പോ ഞാൻ കൃഷി ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ദൈവമക്കളെ, നിങ്ങള് ഇപ്പൊ പറഞ്ഞേക്കുന്നത് നമുക്ക് വിശേഷമേറിയ വാഗ്ദത്തം, ബെറ്റർ കവനന്റ്, ബെറ്റർ പ്രോമിസസ് ആണ് ഉള്ളത്. പഴയ നിയമത്തിലെ പോലെ ഉള്ള പ്രോമിസസ് അല്ല ഉള്ളത്. അപ്പൊ ബെറ്റർ കവനന്റും ബെറ്റർ പ്രോമിസസും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വേണം നമ്മൾ ദൈവസന്നിധി പ്രവർത്തിക്കാൻ. ദൈവമക്കളെ, നിങ്ങൾ കാശ് കൊടുത്ത് എന്താണ് പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കണം, അതിനകത്തിലെ നന്മ കൊയ്തെടുക്കാൻ പഠിക്കണം. ഒരു ബെറ്റർ കവനന്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾ ഇത്രയും കാലമായല്ലോ പെന്തക്കോസിലാണെന്നല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനം പഠിപ്പിക്കാനും പറയാനും അറിയാവുന്നവരാണെന്നല്ലോ. ഈ കവനന്റിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടായോ? കവനന്റിനകത്ത് എഴുതിയിരിക്കുന്നത് അതൊന്ന് വായിച്ചേ. നമ്മൾ കൃപാസനത്തോട് അടുത്ത് ചെയ്യുന്നതിന് മുമ്പേ ആ കവനന്റ് ഒന്ന് വായിച്ചാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്താണ് കർത്താദാസിനെ. അതിന്റെ 20-ഉം 21-ഉം വാക്യം വായിച്ചേ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവരും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും ആമേൻ. ഓക്കെ, ഇനിയും അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളവരെ എനിക്കറിയാം. വായിച്ച കർത്താദാസിനെ എന്തുമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ദൈവവചനം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഞാൻ വലിയ ഇംഗ്ലീഷുകാരനൊന്നും അല്ല. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് സാധാരണ നിങ്ങളെ പോലൊക്കെ ചെറുതായിട്ടൊക്കെ അറിയത്തുള്ളൂ, അല്ലാതെ ഞാൻ വലിയ ഇതൊന്നും അല്ല. ഓക്കെ, എനിക്ക് മനസ്സിലാകാത്തത് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കും, അതിനകത്തിൽ എന്താ വ്യത്യാസമെന്ന്. അന്നേരം എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാതെ ഈ വലിയ നോളജ് ഒന്നും എൻ്റെ കയ്യിലില്ല. ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാകണം. ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്കറിയാവുന്നതേ പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ദൈവത്തോടും ചോദിക്കും, ബൈബിളിനകത്തും നോക്കും. ഇത്രയും 2 കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 20-ാമത്തെ വാക്യം, നൗ ദ ഗോഡ് ഓഫ് പീസ് that brought again from the dead our Lord Jesus, that great shepherd of the sheep.
ത്രൂ ദ ബ്ലഡ് ഓഫ് എവർലാസ്റ്റിംഗ് കവനന്റ്. ആ ഒരൊറ്റ വേർഡിന് വേണ്ടിയാണ് ഞാൻ ഇത് ഇംഗ്ലീഷ് വായിച്ചത്. ത്രൂ ദ ബ്ലഡ് ഓഫ് എവർലാസ്റ്റിംഗ് കവനന്റ്, നിത്യ നിയമം, എവർലാസ്റ്റിംഗ് കവനന്റ്. Amen. കവനന്റ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി. അത് യേശുവിന്റെ രക്തത്താൽ നമ്മളോട് ചെയ്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ആ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നതാണ് നിങ്ങൾക്കും എനിക്കും കിട്ടേണ്ടത്. ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവകാശപ്പെട്ടതല്ലേ? ആണോ? അതെ. അത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയത്തില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത് 21-ാമത്തെ വാക്യം, മേക്ക് യു പെർഫെക്റ്റ് ഇൻ എവരി ഗുഡ് വർക്ക് ടു ഡു ഹിസ് വിൽ. അത് ഞാൻ മലയാളത്തിൽ വായിക്കാം, അന്നേരം അത് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേത് കവനന്റ് എന്നുള്ളത് വായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ബെറ്റർ കവനന്റ് ആൻഡ് ബെറ്റർ പ്രോമിസസ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വായിച്ചത്. 21-ാമത്തെ വാക്യം, നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്ന ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. അനേക ഉപദേശിമാര്, നിങ്ങൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരും സ്റ്റേജ് തകർത്ത് പ്രസംഗിക്കുന്നവരും ഒക്കെ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, പുതിയ നിയമത്തിലെ ഭൗതികമല്ല ആത്മീകമാണ്, ആത്മീകമാണ് ഭൗതികമല്ല എന്ന് കിടന്ന് ഘോരം പറയുന്നവരെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. എന്നിട്ട് ഇവന്മാരല്ലേ എന്താ ചെയ്യുന്നത്? ഈ കാശ് കൊണ്ട് എന്താ ചെയ്യുക? ഇവന്മാരല്ലേ എന്താ ചെയ്യുക? ഈ ഘോരം കിടന്ന് ബഹളം ഉണ്ടാക്കി പറയുന്നവന്മാര് കാശ് ഇഷ്ടം പോലെ വാരിക്കൊണ്ടല്ലേ പോകുന്നത്? ആണോ അല്ലയോ? അത് ഭൂമിയിലെ സ്വർഗത്തിൽ ജീവിക്കുക. ദൈവമക്കളെ, നിങ്ങളെല്ലാം കബളിപ്പിക്കപ്പെടുക ചെയ്യുന്നത്. കബളിപ്പിക്കപ്പെടുക. നിങ്ങൾ ഈ ഘോരം കിടന്നിട്ട് അമറുന്ന, ബഹളം ഉണ്ടാക്കി സ്റ്റേജ് തകർക്കുന്ന ഇവന്മാരുടെ കയ്യിലെല്ലാം എന്തുമാത്രം കാശുണ്ട്. അത് നിങ്ങളെ ഈ മുഴുവൻ ക്രിസ്ത്യൻ ലീഡേഴ്സിനെ എടുത്തു നോക്കും. പ്രസംഗിക്കുന്നവരെ അങ്ങ് വിടുക. ക്രിസ്ത്യാനിറ്റിയിലുള്ള ലീഡേഴ്സിനെ എല്ലാം ഒന്ന് എടുത്തു നോക്കി. എല്ലാ ഏരിയയിലും, ഇപ്പം കത്തോലിക്ക, യാക്കോബായ, മർത്തോമായ എല്ലാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ലീഡേഴ്സിനെ എടുത്തു നോക്ക്. ഇവന്മാരുടെ ലീഡേഴ്സ് എല്ലാം എന്താ ഇവർക്ക് കാശൊന്നും ഇല്ലയോ? ഇഷ്ടം പോലെ കാശല്ലയോ? എന്നിട്ട് ഈ പാവം പിടിച്ച നമ്മളോട് എന്താ പറഞ്ഞു തരുന്നത്? ഭൗതികമല്ല, പിന്നെന്താണെന്നാ പറഞ്ഞിരുന്നത്? നിങ്ങൾക്കെല്ലാം ആത്മീയം, ഞങ്ങൾക്കെല്ലാം ഭൗതികം. എന്തിനാ കബളിപ്പിക്കപ്പെടുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണോ? ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയത്, നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി. അപ്പൊ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് കവനന്റിന് നിത്യ നിയമത്തിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? നിനക്ക് ആ നന്മ അനുഭവിക്കേണ്ട സഹോദര സഹോദരി. എന്തിനാ കിടന്ന് കരഞ്ഞു വിളിക്കുന്നത്? നിങ്ങളോട് പറയാൻ, നിങ്ങൾ കരഞ്ഞോ എന്ന് പറയും. നിങ്ങൾ അവിടെ നിന്ന് കരയത്തേ ഉള്ളൂ. പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു പഠിച്ച് നന്മ അനുഭവിക്കാൻ പഠിക്കണം. ഈ 2025 ആദ്യം പുസ്തകം തുറക്കണം. ഈ പുസ്തകത്തിനകത്തുനിന്ന് നന്മ മാത്രമേ പുസ്തകത്തിനകത്ത് കിട്ടാറുള്ളൂ. അത് പ്രാപിക്ക്. ഈ പുതിയ വർഷത്തിൽ ഞാൻ ദൈവിക നന്മകൾ അനുഭവിക്കും. ദൈവിക സമാധാനം എന്റെ ഭവനത്തിൽ അനുഭവിക്കാൻ ഇടയായി തീരും. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ഉദാഹരണം പറയാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അമേരിക്കയിൽ ഒരു വീട് വാങ്ങിച്ചാൽ ആ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കിട്ടും. അതിന് ഫെൻസ്, വേലിയും കെട്ടി എല്ലാം തരുന്നത്, വേലിയും കെട്ടി എല്ലാം നല്ലതായിട്ട് ഫെൻസ് എല്ലാം ഇട്ട് അടച്ചകത്തിരുന്നത്. അതിനകത്തിൽ നിങ്ങൾക്ക് പുല്ല് വളർത്തണം, അപ്പം ഇവിടെ പുല്ലൊക്കെ വെട്ടി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ കടമ നമുക്കുണ്ട്. അപ്പം നീ പുല്ല് വെക്കുകയോ കൃഷി ചെയ്യുകയോ അവർക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ നീ ഭംഗിയാക്കി സൂക്ഷിക്കണം എന്നും മാത്രം. മനോഹരമായിരിക്കണം.
അതാണ് സിറ്റി നിയമം. അപ്പം എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിൽ പുറകിലുള്ള സ്ഥലത്ത് കുറച്ചേറെ സ്ഥലമുണ്ട്. അവിടെ ഞാൻ പുല്ല് കിളിപ്പിച്ചാൽ എന്തോ കിട്ടാൻ പറ്റും? എല്ലാ ദിവസവും എല്ലാ 2 ആഴ്ച കൂടുന്ന പുല്ല് വെട്ടി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് പുല്ലിന് വളവും ഇട്ട് പുല്ലെല്ലാം നിർത്തിയാക്കി ഭംഗിയാക്കി കിളിപ്പിച്ചിട്ട് വേണം. ഇല്ല, ഞാൻ കൃഷി ചെയ്താൽ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഫലം ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. അത് ഞാൻ ആർക്കെങ്കിലും കൊടുത്താൽ അവരൂടെ തിന്നുന്നിരിക്കും. കൊടുത്തില്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൃഷി ചെയ്യും. 1 വർഷത്തേക്കുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങാറില്ല, വാങ്ങേണ്ട ആവശ്യവുമില്ല. കാരണം അത് മുഴുവനും ഞങ്ങളുടെ വെജിറ്റബിള് 1ാം ക്ലാസ് വെജിറ്റബിള്, കലർപ്പില്ലാത്ത വെജിറ്റബിള്, വിഷമില്ലാത്ത വെജിറ്റബിള് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി തിന്നാനായിട്ട് സാധിക്കും. എൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് കിട്ടുന്നതല്ലേ. അത് പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ഈ തിരുവചനം, നിങ്ങളുടെ കയ്യിലിരിക്കുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതുമായ ഈ തിരുവചനം, ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തലക്കട വെക്കാനായിരുന്നു. എന്തിനാണെന്നറിയാമോ? പേടി കിട്ടാതിരിക്കാൻ. നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടോ? ചിലര് രാത്രി കിടക്കുമ്പോ ബൈബിൾ എടുത്ത് തലക്കട വെച്ചിട്ട് അതിനകത്ത് ആയുധം എടുത്ത് വെക്കും, വെട്ടത്തി വെക്കും. അത് സ്ത്രീകൾ ഗർഭിണികളായിട്ടുള്ളവര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് തലക്കട വെക്കുന്ന പേടി കിട്ടാതിരിക്കാനായിരുന്നു. പക്ഷെ ഇത് വായിച്ച് ഇതിനകത്തുനിന്ന് നന്മ പുറത്തേക്ക് എടുക്കാനായിട്ട് പഠിച്ചു. സ്തോത്രം. അതാ നിങ്ങളോട് പറഞ്ഞു തരുന്ന സഹോദരങ്ങളെ, അത് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. അതിന് വലിയ ആരുടെയും ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വയം പറ്റും. അത് നിങ്ങൾ പ്രാപിച്ചെടുത്താൽ ആർക്കാ ഗുണം? നാട്ടുകാർക്കാണോ? അല്ല, നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും ഗുണമാണ്. എന്താ ഇന്നത്തെ തലമുറ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ? കഴിഞ്ഞ ദിവസം സാജു ബ്രദർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പക്ഷെ ഞാൻ അതിന് ശരിയായിട്ട് മറുപടി പറഞ്ഞില്ല. വാസ്തവത്തിൽ അറിഞ്ഞുകൊണ്ട് പറയാണ്ടിരുന്നതാണ്. ആരെയും ഹേർട്ട് ചെയ്യേണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾ ഈ തോന്നിയ പോലെ നടക്കുന്നുണ്ടോന്ന് ഉണ്ട്. എവിടുത്തെയാണെന്നറിയാമോ? അമേരിക്കയിലെ അല്ല, കേരളത്തിലെ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾ. അമേരിക്കയിലുള്ള എനിക്കറിയാവുന്ന, ഞാനിപ്പോൾ ഒരുപാട് പ്രേലന് സംസാരിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു 90% കുഞ്ഞുങ്ങളും വളരെ ഭയഭക്തിയോടുകൂടിയാണ് നടക്കുന്നത്. ആണോ കർത്താദാസനെ? അതെ. ഇവിടെ ഒന്നും ആരും തോന്നിയ ദിവസം നടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും കൂടുതൽ വേഴ്സായിട്ട് നടക്കുന്നത്, നിങ്ങൾ ആക്സിഡന്റ് കേസുകൾ തന്നെ ഒന്ന് എടുത്തു നോക്കിയേ. കേരളത്തിലെ ആക്സിഡന്റ് കേസുകൾ, അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ചത്തുപോയിട്ടുള്ളത് ആരുടെ കുഞ്ഞുങ്ങളാണ്? പാസ്റ്റർമാരുടെ മക്കള് അല്ലേ? ആണോ? ഓവർ സ്പീഡ് ആരുടെ മക്കളാ? വേണ്ട, പാസ്റ്റർമാരെ വിട്ടേര്. ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ചത്തുകൊണ്ടിരിക്കുന്നത്, വേഴ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? പ്രാർത്ഥന ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മക്കളെ, ഈ ലോകത്തിൽ മനുഷ്യനെ കാണിക്കുന്ന പ്രാർത്ഥനയും മനുഷ്യനെ കാണിക്കുന്ന കോലാഹലങ്ങളും ഒന്നുമല്ല പ്രാർത്ഥന. നിന്റെ ഭവനത്തിൽ നീ നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ഈ ദൈവവചനം ഒന്ന് വായിച്ച് അതിൻ്റെ നന്മ കൊയ്തെടുക്കാൻ പഠിക്കുക. കണ്ണു കടച്ച് കുത്തി ഇരുന്നിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥന. നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുക, നിന്റെ കുടുംബത്തോടൊപ്പം ഇരിക്കുക, ബൈബിള് വായിക്കുക, എന്നിട്ട് അന്യോന്യം ഡിസ്കസ് ചെയ്യും ഈ ബൈബിളിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. അന്നേരം നിനക്ക് മനസ്സിലാകും അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. എവിടെ ഇരുന്നാ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ. എവിടുന്ന് കിട്ടിയത്? ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാനുണ്ട്. കർത്താവ് പറഞ്ഞ അറയിൽ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധാനത്തിൽ കയറിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാന്ന് നോക്കിയാൽ എബ്രായ ലേഖനം വന്നിടത്താണ് 10-ാം അധ്യായം. ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം?
അറയിൽ കയറി കടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സന്നിധി വന്നിരിക്കണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ലോർഡ്. ഓക്കെ, 10-ാം അധ്യായം അതിന്റെ 19-20 മുതൽ വായിച്ചാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. മതി. എവിടെ അടുത്ത് ചെല്ലേണ്ടത്? എന്റെ പ്രാർത്ഥനാ മുറിയിലാണോ? നിന്റെ പ്രാർത്ഥനാ മുറി കയറി ചെല്ലണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇതെന്തിനാ ഡയലോഗ് അടിക്കുന്നതെന്നറിയാമോ? എനിക്ക് പ്രാർത്ഥനാ മുറിയുണ്ട്, നിനക്കതില്ല, അത് പറയുന്നതിന് വേണ്ടിയാ. അതാ കർത്താവ്, ഞാനതാ മനസ്സിലാക്കുന്നത്. എൻ്റെ ചിലതൊക്കെ ഉണ്ട്, നിന്റെ ഒന്നുമില്ല എന്നാ പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ബൈബിള് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് സുരക്ഷിച്ചുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിനായി ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും ഉള്ളത് കൊണ്ട് നിർമ്മനസാക്ഷി നീങ്ങുവാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരുമായി ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ടുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. എങ്ങോട്ട് അടുത്ത് ചെല്ലേണ്ടേ? ദേവാലയത്തിലേക്ക്. അതെവിടെയാ? നിനക്കൊരു മുറിയുള്ളോ? അതിന് മതി. ഒരു കിടുക്കളേ ഉള്ളോ? അത് മതി. നീ വണ്ടിക്കകത്താണോ? നീ റോഡിലാണോ? അത് മതി. നീ അടുത്ത് ചെല്ലണം. ആരുടെ അടുത്തേക്ക്? ദൈവസന്നിധാനത്തിലേക്ക് അടുത്ത് ചെല്ലണം. വലിയ വീടാന്നോ? ആചാരമില്ല. ചെറിയ വീടാന്നോ? അതൊന്നും ദൈവത്തിന് പ്രയാസനമേ അല്ല. നീ പാർക്കിലിരുന്നാന്നോ? ഒരു കുഴപ്പവുമില്ല. ദൈവസന്നിധാനത്തിലേക്ക് അടുത്ത് ചെല്ലണം. അവിടെ നിന്റെ മനസ്സിൽ കൂടി നീ ദൈവസന്നിധാനത്തിൽ അടുത്ത് ചെല്ലണം. ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. സമയം ഒത്തിരി ആയല്ലോ. സങ്കീർത്തനം 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാണ്. 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എല്ലാവരും ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാട്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി സർവ്വതും നിർവഹിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തോട് അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ദൈവം സകലതും നിനക്ക് നിർവഹിച്ചു തരും. നീ അഭിമുഖീകരിക്കുന്ന എന്ത് വിഷയമായിക്കൊള്ളട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ച ദുഃഖം മറക്കുക. എന്നിട്ട് എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരുന്ന ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. ഇനി മുതൽ കടം വാങ്ങത്തില്ല എന്ന് തീരുമാനമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, യെശയ്യാപ്രവചനം 62-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. താങ്ക് യു. എന്നെ കേൾക്കുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും എനിക്കൊരു അപേക്ഷ, ഒരു പ്രാർത്ഥന എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. നിങ്ങളൊരു പേപ്പറും പേനായും എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, നല്ലൊരു ബുക്ക് എടുക്കുക. ഞാൻ ഇതിനകത്തിൽ എഴുതിയിരിക്കുന്ന ഈ 2 വാക്യങ്ങൾ നിങ്ങൾ ആ ബുക്കിൽ ആദ്യം എഴുതണം. എന്നിട്ട് അത് നിങ്ങളുടേതാക്കി എഴുതണം.
എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെ ഇവിടെ വായിക്കുന്നത്, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അവിടെ നിങ്ങൾ എഴുതണം, എന്നെ കുറിച്ച് കർത്താവ് മിണ്ടാതെ ഇരിക്കുകയില്ല, എൻ്റെ കുടുംബത്തെക്കുറിച്ച് അടങ്ങിയിരിക്കുകയില്ല, എൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് കർത്താവ് അടങ്ങിയിരിക്കുകയില്ല, ഞാൻ നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ച് കർത്താവ് അടങ്ങിയിരിക്കുകയില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടയോ അവിടെ അത് എഴുതണം. എന്നിട്ട് അതിൻ്റെ നീതി പ്രകാശം പോലെയും, എൻ്റെ കുടുംബത്തിൻ്റെ നീതി, എൻ്റെ ബിസിനസ്സിൻ്റെ നീതി, ഞാൻ ചെയ്യുന്ന ജോലിയില്ല, നിങ്ങൾ ഏതിനെയാണ് അതിൻ്റെ നീതി പ്രകാശം പോലെയും ആ വിഷയത്തിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ നിങ്ങൾ എഴുതണം. എന്നിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും സഹോദരങ്ങളെ. ജാതികൾ എൻ്റെ നീതിയെയും സകല ദേശക്കാരും രാജാക്കന്മാരും എനിക്ക് ദൈവം തന്ന മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന ഒരു പുതിയ പേര് എൻ്റെ കുടുംബത്തിന്, എൻ്റെ ബിസിനസ്സിന്, എൻ്റെ ജോലിക്ക്, സകലത്തിന്, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിന് ഉണ്ടാകും. ആമേൻ. വളരെ സിമ്പിളാ ദൈവവചനം. നിങ്ങൾ അത് പേഴ്സണലൈസ് ചെയ്ത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു 5-6 പ്രാവശ്യം, 5-8-10 പ്രാവശ്യം ഗുളിക തിന്നുന്നത് പോലെ അത് വായിക്കുക. ഉച്ചയ്ക്ക് വായിക്കാൻ പറ്റുമോ വീണ്ടും വായിക്കുക. വൈകിട്ട് വരുന്നുണ്ട് വീണ്ടും വായിക്കുക. വീണ്ടും വീണ്ടും അത് വായിച്ചിട്ട് അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരണം. എവിടെ കൊണ്ടുവരണം? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരണം. ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇത്രയേ ഉള്ളൂ കാര്യം. നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങി, എൻ്റെ ആദ്യ ഫലം കൊടുക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത്. എൻ്റെ കുഞ്ഞുങ്ങള് 2 കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അവര് കൊടുക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗമാണ് ഈ പറഞ്ഞു തരുന്നത്. ഇവിടെ ആർക്കും നിങ്ങളുടെ പൈസയൊന്നും വേണ്ട. ഞങ്ങൾ ആരും നിങ്ങളോട് 10 പൈസ പോലും ഞങ്ങൾക്ക് ആർക്കും അയച്ചു തരികയോ ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയോ ചെയ്യണ്ട. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കാണാൻ സാധിക്കും. തോന്നിവാസം കളിക്കുന്നവനൊന്നും കൊടുക്കരുത് പൈസ. നിങ്ങളൊന്ന് എന്ത് ചെയ്യണ്ടേ? ഇന്ന് ക്രിസ്ത്യൻ ലീഡേഴ്സ് അവര് കാണിക്കുന്ന പണം ഇട്ട് ലാവിഷ് ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കണം. എല്ലാ ക്രിസ്തീയ വിഭാഗത്തിലുമുള്ള ലീഡേഴ്സ് അവർക്ക് കൊടുക്കാനല്ല ഈ പറയുന്നത്. നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം, ദൈവത്തിന് വേണ്ടി കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. സഭാപ്രസംഗിയില് ശലോമോൻ പറയുന്നുണ്ട്, നിന്റെ ഒരു വിധത്തിന് നീ എത്രയായിട്ട് കൊടുക്കണമെന്ന്. 11-ാം അധ്യായത്തിലാണോ 9-ാം അധ്യായത്തിലാണോ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കിയോട്ടെ. 11-ാം അധ്യായത്തിൽ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മീതെ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് കിട്ടും. ഒരു ഓഹരിയെ 7ആയിട്ടോ 8ആയിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ഒരിടത്ത് കൊണ്ട് കൊടുത്തിട്ട് നശിപ്പിക്കരുത്. ഒരു ഓഹരിയെ 7ആയിട്ടോ 8ആയിട്ടോ വിഭാഗിക്കുക, പലയിടത്ത് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ബുദ്ധി ഉപയോഗിക്കണം. ജ്ഞാനികൾ പറയുന്ന ജ്ഞാനം ഉപയോഗിക്കണം. പിക്നിക് കളിക്കാനോ തോന്നിവാസം കളിക്കാനോ അല്ല നമ്മൾ പൈസ കൊടുക്കേണ്ടത്. മക്കളെ, നിന്റെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ
പോ. ആരെങ്കിലും ദൈവദാസന്മാരെ പ്രവർത്തിക്കുന്നവരുടെ അടുക്ക ചെല്ല്. നിങ്ങൾ ഒന്നും പറയണ്ട. പാവങ്ങളെ കാണുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്ന പാവങ്ങളെ കാണുന്നുണ്ട്, അവർക്ക് നിങ്ങൾ 50 രൂപ വെച്ച് കൊടുത്തു, 100 രൂപ വെച്ച് കൊടുത്തു വയ്ക്കേ. കേരളത്തിലെ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പൈസ ഉള്ളൂ 50 രൂപയോ 100 രൂപയോ, അല്ലേ? നിങ്ങൾ അവിടെ ഒന്ന് കൊടുത്തു നോക്കി. അവർ കൈ കൂപ്പി നിന്ന് പാവങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കാണും. മക്കളെ, നിങ്ങളെ കൊണ്ട് കഴിയത്തില്ലയോ? കഴിവുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ദൈവപ്രവൃത്തി ചെയ്യുക, ദൈവനാമത്തിൽ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ട്രാക്ട് പ്രിന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. ട്രാക്ട് പ്രിന്റ് ചെയ്ത് ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്, അവർക്ക് കൊടുക്കുക. പരസ്യയോഗം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ സിറ്റിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പരസ്യയോഗം ചെയ്യുന്നവരെ നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ റോഡിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പരസ്യയോഗം ചെയ്യുന്നവര്, അവർക്ക് നിങ്ങൾ 10, 100, 150, 200 നിങ്ങളുടെ കൈ കിട്ടുന്ന എന്തെങ്കിലും കൊടുക്കുക. കാരണം അവർ ദൈവവേലയാണ് ചെയ്യുന്നത്. ദൈവവേല ചെയ്യുന്നവരെ കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പുതിയ വർഷത്തിൽ പുത്തൻ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക. ദൈവം പുത്തൻ അനുഗ്രഹങ്ങളാൽ, പുതുകൃപയാൽ, പുതുശക്തിയാൽ നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ MLWC പ്രെയർ ലൈൻ്റെ സൂം ലൈനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും നിന്റെ നിന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ട എല്ലാവരുടെ മേലും പുതിയ വർഷത്തിൽ പുത്തൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനായിരിക്കട്ടെ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. 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 ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ദേവദാസനെ.